ഹലോ ഫ്രണ്ട്സ്, നമ്മളുടെ ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ വീഡിയോ യാത്രാ വീഡിയോയോ അതേപോലെ തന്നെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോയോ ഒന്നും തന്നെയല്ല കേട്ടോ. ഇതൊരു പാലംപണിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. നമ്മുടെ അഴീക്കോട് പാലംപണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയെയും എറണാകുളം ജില്ലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തീരദേശ റോഡ്. ആ തീരദേശ റോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത്, ഈ അഴീക്കോട് പാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ആ പാലംപണിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ പാലംപണി എത്രത്തോളം ആയെന്ന് അറിയാം, നമുക്ക് പോയി നോക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അഴീക്കോട് ബസ് സ്റ്റാൻഡിലാണ്. ഈ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടാണ് നമ്മൾ അപ്പുറത്തേക്കൊക്കെ പോയിരുന്നത്. അതായത് മുനമ്പം എറണാകുളം ജില്ലയാണ്. മുനമ്പം ഹാർബറും മുനമ്പം ബീച്ചൊക്കെ അപ്പുറത്താണ്. അവിടെ നിന്നാണ് നമ്മൾ വൈപ്പിൻ ആ ഭാഗത്തേക്കൊക്കെ പോകുന്നത്, എറണാകുളത്തേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ജങ്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ജങ്കാറൊന്നുമില്ല. നമുക്ക് വണ്ടിയൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ വണ്ടിയൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാമായിരുന്നു. ഇപ്പോൾ ഈ യാത്രാ ബോട്ട് മാത്രമേ ഉള്ളൂ. ഈ യാത്രാ ബോട്ടിൽ ആളുകളെ മാത്രമേ കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചാരമുള്ളൂ. അതും ഒരു 10-20 മിനിറ്റൊക്കെ ഏകദേശം വൈകിയൊക്കെയാണ് വരുന്നത്. ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു 20 മിനിറ്റോളമൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ബോട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ഇവിടെ ഒരു ഹാർബർ ഉണ്ട്. അപ്പോൾ ആ ഹാർബറിൽ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഹാർബറിൽ മത്സ്യങ്ങളൊക്കെ വന്നെടുത്ത് കടലിൽ നിന്ന് മത്സ്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ലേലം പിടിച്ച് എടുക്കാനായിട്ട് ഒരുപാട് ആളുകൾ വന്ന് നിൽപ്പുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ആ മുനമ്പം ഹാർബറൊക്കെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ആ പാലംപണിയും ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഹാർബറിൽ കുറേ പേര്, ഒരുപാട് പേര് ലേലം പിടിച്ചെടുത്ത് മീൻ കച്ചവടത്തിന് വേണ്ടി ലേലം പിടിക്കാൻ വേണ്ടി വന്നേക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതേ ഒരു ബോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ ബോട്ടിൽ മീനും അതൊക്കെ ലേലം പിടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചയെ കണ്ടതിന് ശേഷം നമുക്ക് ആ പാലംപണിയുടെ അടുത്തേക്ക് ഒന്ന് പോകാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കുറേ ആൾക്കാർ ആ ബോട്ട് വന്ന സമയത്ത് തന്നെ അങ്ങോട്ട് ചെല്ലുകയാണ് ആ ലേലം പിടിച്ചെടുക്കാനായിട്ട്. മീൻ ലേലം പിടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നവരായിട്ട് അവരൊക്കെ നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ചാളയാണ് വന്നേക്കുന്നത് കേട്ടോ. ഒരുപാട് ചാളകളുണ്ട്. ചെറിയ വഞ്ചിയാണ്, എന്നാലും നിറച്ച് ചാളകളാണ് കിട്ടിയിരിക്കുന്നത്. ചാളയെ മത്തി എന്ന് പറയും, ഞങ്ങളുടെ ഇവിടെ ചാളയെന്നും പറയും. അപ്പോൾ ഒരു ടീം ലേലം വിളിച്ചെടുത്ത് അവർക്കൊരു ബക്കറ്റിലേക്ക് കോരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളപ്പോൾ ഇനി ആ പാലംപണിയുടെ അടുത്തേക്കാണ് പോകുന്നത്. ആ പാലംപണി നടക്കുന്ന ആ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴി ഇത് കണ്ട ഈ മത്സ്യബന്ധനക്കാരാണല്ലോ കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ വല കോർക്കുന്ന കാഴ്ചയൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പാലംപണിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആ പാലംപണിയുടെ അടുത്ത് വലിയൊരു കാല് ഇതേ ഉയർന്നു നിൽക്കുന്നത് കാണുന്നുണ്ട്. കാലിൻ്റെ പണി ഏകദേശം, കരയിലുള്ള കാലിൻ്റെ പണിയൊക്കെ ഏകദേശം ഒരു വിധമായിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അപ്പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ പുഴയിലുള്ള കാലുകളും ഏകദേശം ആ പണിയൊക്കെ നടന്നുണ്ട്. കോൺക്രീറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പം നമ്മളിവിടെ എത്തിയിരിക്കുന്നത് കണ്ട ആ ഒരു ജങ്കാറിൽ ലോറി അടക്കം മിക്സർ മെഷീനൊക്കെ ആയിട്ട് കോൺക്രീറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കണ്ട. അറ്റത്തേക്ക് കാണാൻ സാധിക്കും നമുക്ക്. ഒരു ജങ്കാറിൽ ഈ ലോറി അടക്കം കയറിയൊക്കെയാണ് കോൺക്രീറ്റ് മിക്സർ മെഷീനൊക്കെ ആയിട്ട് കയറി. അങ്ങനെ അതെ, നമ്മളിപ്പോൾ ആ കരയിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് നല്ല ഹൈറ്റിലാണ് ഈ പാലം. ഹൈറ്റിലെന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഏറ്റവും ഉയരമുള്ള പാലങ്ങളിൽ ഒന്നാണ് നമ്മളുടെ ഈ അഴീക്കോട് മുനമ്പം പാലം എന്ന് പറയുന്നത്. അപ്പോൾ അത്രക്ക് നല്ല ഹൈറ്റിൽ തന്നെയാണ് ഈ പാലം പണിതുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് ഈ പാലം പണി നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് കണ്ട ഒരു ജങ്കാറ് ഇവിടെ കരയിൽ വന്നെടുക്കുമ്പോൾ അടുത്ത ജങ്കാറ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ 2 ജങ്കാറിലായിട്ടാണ് ഈ മിക്സർ മെഷീനായിട്ട് ആ ലോറി കയറി ആ കോൺക്രീറ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് ഈ പാലം പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാലം പണി കഴിയുന്നതോടുകൂടി ഉണ്ടല്ലോ മുനമ്പം ഫിഷിംഗ് മേഖലയും അതേപോലെ തന്നെ ബീച്ച് ടൂറിസം മേഖലയും അഴീക്കോടൊക്കെ വികസനത്തിൻ്റെ കുതിപ്പിലേക്ക് നീങ്ങുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ പാലത്തിന് ഏകദേശം ഒരു 868.7 മീറ്റർ നീളമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഫുട്പാത്തും സൈക്കിൾ ട്രാക്കും ഒക്കെ ഈ പാലത്തിൻ്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ്. 2025 ഈ പാലത്തിൻ്റെ പണി പൂർത്തിയാകുമെന്ന് കരുതപ്പെടുന്നത്. തൃശ്ശൂർ ജില്ലയിൽ തീരദേശത്തുള്ളവർക്കൊക്കെ ഈ പാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളത്തേക്കൊക്കെ പോകാനായിട്ട് വളരെ എളുപ്പമായിരിക്കുള്ളൂ. കാരണം ഇപ്പോൾ പോകുന്നത് കൊടുങ്ങല്ലൂർ ചെന്ന് കോട്ടപ്പുറം പാലം കഴിഞ്ഞ് എറണാകുളത്തേക്ക് പോകുന്നത് പറവൂർ വഴിയൊക്കെയാണ് എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ആൾക്കാരൊക്കെ.
പ്രധാനമായിട്ടും ടൂറിസം മേഖലയുടെ വികസനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ പാലത്തിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പുരാതന മുസ്ലിം തുറമുഖമായ അഴീക്കോട്ടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ഉതകും വിധമാണ് ഈ പാലത്തിൻ്റെ രൂപകൽപ്പന. നമ്മളിപ്പോൾ ഈ പാലത്തിൻ്റെ അക്കരയൊക്കെ നമ്മൾ പോയിട്ടില്ല കേട്ടോ, മുനമ്പം ഭാഗത്തേക്ക് നമ്മൾ പോയിട്ടില്ല. ഇപ്പം നമ്മൾ നിൽക്കുന്നത് അഴീക്കോട് ഭാഗത്താണ് കേട്ടോ. ഈ അഴീക്കോട് ഭാഗത്ത് ആ പുഴയിൽ നിന്ന് കരയിലേക്കുള്ള ഭാഗമാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. ഈ കരയിലേക്ക് കുറേ ഏരിയയൊക്കെ തട്ടൊക്കെ അടിച്ചിട്ടുണ്ട്. അടുത്ത കോൺക്രീറ്റിങ്ങിനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് തട്ടൊക്കെ സെറ്റ് ചെയ്തൊക്കെ നിർത്തിയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ കുറേ ഏരിയ കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ആ ഫില്ലറുമേലൊക്കെ കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ട് ആ പാലം കരയിലേക്ക് ആ റോഡായിട്ട് ബന്ധമായിട്ടില്ല, റോഡായിട്ട് മുട്ടിയിട്ടില്ല, അതുവരെയൊക്കെ ആയി കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിൽ തന്നെ അതായത് ഒരു വീട് നിൽക്കുന്നുണ്ട്. അത് പൊളിക്കോ ഇല്ലയെന്ന് നമുക്കറിയില്ല. ഈ പാലത്തിനോട് ചേർന്ന് തന്നെയാണ് ആ ഒരു വീട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ അഴീക്കോടിനെയും എറണാകുളം ജില്ലയിലെ മുനമ്പത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഒരു പാലം പണി, ഈ ഒരു പാലത്തിൻ്റെ പണി ഏകദേശം ഇത്രത്തോളമൊക്കെ ആയി നിൽക്കുകയാണ്. അപ്പം നമ്മളുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ട. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം കേട്ടോ.